ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2026 കേന്ദ്ര പരീക്ഷാ കാലഘട്ടത്തിലേക്ക് നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വർഷവും കൂടി ദൈവവചനം ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുന്ന ഈ ഒരു അവസരത്തെ ഓർത്ത്, കൃപയെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും കുറഞ്ഞു പോകുന്നതുമൊക്കെ ദൈവ സമയങ്ങളാണല്ലേ. അത്തരത്തിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന ഈ ഒരു അവസരം കേവലം പരീക്ഷയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ ദൈവത്തോടൊപ്പം ചേർന്ന് ചിലവഴിക്കുന്ന കൂടുതൽ സമയമായിട്ടും ദൈവവചനവും വിശുദ്ധ വേദപുസ്തകവും ഒക്കെ അല്പം കൂടി ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു നല്ല കാലഘട്ടമായിട്ട് ഈ വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും ഈ വർഷത്തെ ക്ലാസ്സുകളിലേക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വർഷം പ്രത്യേകിച്ച് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന പുസ്തകം അനുതപിക്കുക, ദൈവത്തിങ്കലേക്ക് തിരിയുക, റിപ്പന്റ് ടേൺ ടു ഗോഡ് എന്ന പുസ്തകമാണ്. വിശുദ്ധ വേദ പുസ്തകത്തിലെ കാവ്യഗ്രന്ഥങ്ങൾ, പൊയട്രിക് ബുക്സ് അല്ലെങ്കിൽ ദ ബുക്സ് ഓഫ് വിസ്ഡം, വിജ്ഞാന പുസ്തകങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്ന സങ്കീർത്തനങ്ങളിലെ അനുതാപ സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ ബുക്കുകളൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പതുക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാം. ഇന്ന് വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന പുസ്തകത്തെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നേരെ പുസ്തകത്തിലേക്ക്, ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുകയല്ല. സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകത്തിനെ പറ്റി ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന്. അതോടൊപ്പം ചെറിയ കുറച്ച് കീവേഡ്സും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ വളരെയധികം നമ്മളോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു പുസ്തകമാണ്. വായിച്ച് തുടങ്ങിയ പ്രായം തൊട്ടേ ഒരുപക്ഷെ പലതവണ നമ്മൾ വായിച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഏത് പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗം വായിച്ചാലും സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം നമുക്ക് വായിക്കുമ്പോഴേ അതിനൊരു പൂർണ്ണത കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം, നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഇതുകൊണ്ട് തന്നെയാണ് സഭാപിതാവായ സെയിന്റ് അറ്റനീഷ്യസ് സങ്കീർത്തന പുസ്തകത്തെ പറ്റി ഇപ്രകാരം പറയുന്നത്: When most of the scripture speaks to us, the Psalms speak for us. അതായത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളോട് സംസാരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലേ? നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ഇന്ന് നമ്മൾ പറഞ്ഞു ക്ലാസ്സിൽ സങ്കീർത്തന പുസ്തകത്തെ പറ്റി പൊതുവായ വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് അല്ല, പക്ഷെ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ പുസ്തകത്തെ പറ്റി നമുക്ക് വളരെ ബേസിക് ആയിട്ട് കുറച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഏറ്റവും ആദ്യത്തെ ചോദ്യം, നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ WH ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ആദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ആർ സാംസ്? എന്താണ് സങ്കീർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്താണ്? സാംസ് ആർ എ കളക്ഷൻ ഓഫ് 150 ancient Hebrew poems, prayers and hymns that come from all different periods in Israel's history. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി എഴുതപ്പെട്ട 150 ദൈവപ്രചോദിത ഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കവിതകളുടെയും ഒരു സമാഹാരമാണ് സങ്കീർത്തനങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു യൂണിവേഴ്സൽ പ്രെയർ ബുക്ക് അല്ലെങ്കിൽ സാർവത്രിക പ്രാർത്ഥനാ പുസ്തകം എന്ന് വിളിക്കാം. കാരണം എന്താ? പുരാതന ഇസ്രായേലിന്റെയും യേശുക്രിസ്തുവിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള എല്ലാ ക്രൈസ്തവ സഭകളും നമ്മളെല്ലാവരും പ്രാർത്ഥനകളും ഗീതങ്ങളുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അതുകൊണ്ട് തന്നെ ഇതിനെ യൂണിവേഴ്സൽ പ്രെയർ ബുക്ക് അല്ലെങ്കിൽ സാർവത്രിക പ്രാർത്ഥനാ പുസ്തകം എന്ന് വിളിക്കാൻ സാധിക്കും.
എന്താണ് സങ്കീർത്തന പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇറ്റ് എക്സ്പ്രസസ് എവറി ഹ്യൂമൻ ഇമോഷൻ, ജോയ്, സോറോ, ഫിയർ, ഹോപ്പ്, റിപ്പൻറ്റൻസ്, താങ്ക്സ് ഗിവിംഗ്, പ്രേസ്, ഇങ്ങനെ എല്ലാ മാനുഷിക വികാരങ്ങളും, സന്തോഷമാട്ടെ, ദുഃഖം, ഭയം, നമ്മുടെ പ്രത്യാശ, അനുതാപം, നന്ദി, സ്തുതി എന്നിങ്ങനെ എല്ലാ മാനുഷിക വികാരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്ന ഗീതങ്ങളാണ്, കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് സങ്കീർത്തനങ്ങൾ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് 150 ancient Hebrew poems, prayers and hymns that come from all different periods in Israel's history. ഒന്നാമത് മനസ്സിലായല്ലോ. രണ്ടാമത്, വെൻ വെർ സാംസ് റിട്ടൺ, ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സങ്കീർത്തനം എന്ന് വിചാരിക്കുന്നത് സാം 90 ആണ്. മോശ എഴുതിയ സങ്കീർത്തനം എന്നാണ് വിചാരിക്കുന്നത്. അതായത് മോശ ഇസ്രായേൽ മക്കളെ മരുഭൂയാത്രയിലായിരിക്കുന്ന സമയത്ത് എഴുതപ്പെട്ട സങ്കീർത്തനം എന്നാണ് സാം 90യെ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം കനാൻ ദേശത്തേക്ക് അവർ എത്തിപ്പെടുകയും അതിനുശേഷം അവരുടെ രാജാക്കന്മാരുടെ കാലഘട്ടം, ദാവീദ് ശലോമോന്റെ സമയത്ത് യെരുശലേം ദേവാലയം പണിയുന്നു. അതിനുശേഷം ബാബിലോണിയൻ പ്രവാസകാലം, പ്രവാസത്തിന് ശേഷമുള്ള കാലം വരെ, അതായത് 1400 BC മുതൽ 400 BC വരെയുള്ള 1000 വർഷത്തെ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും കവിതകളുമാണ് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓവർ നിയർലി 1000 years of Israel's history. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരവായല്ലോ. 1400 BC മുതൽ 400 BC വരെയുള്ള 1000 വർഷ കാലഘട്ടങ്ങളിൽ എഴുതിയിരിക്കുന്ന ഗീതങ്ങളാണ് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട്, ഹൂ റോട്ട് ദ സാംസ്, ആരാണ് സങ്കീർത്തനങ്ങൾ എഴുതിയത്? നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ വരുന്ന പേരാണ് ദാവീദ്. രാജാവും സംഗീതജ്ഞനുമായിരുന്ന ദാവീദ് ഏകദേശം 73 സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു. അതിന്റെ പല പുസ്തകങ്ങളുടെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആസാഫിന്റെ സങ്കീർത്തനം, അല്ലെങ്കിൽ ആസാഫ് എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. ആരാണ് ഈ ആസാഫ്? Asaph was a Levite appointed by David as one of the chief musicians in the temple. യെരുശലേം ദേവാലയത്തിൽ ദാവീദ് നിയമിച്ച പ്രധാന സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ലേവ്യനായ ആസാഫ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പേരാണ് കോരഹിന്റെ പുത്രന്മാർ, അല്ലെങ്കിൽ സൺസ് ഓഫ് കോര എന്നുള്ളത് അല്ലെ. ആരാണ് സൺസ് ഓഫ് കോര? കോരഹിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ എ ഫാമിലി ഓഫ് ലീവൈറ്റ്സ് ഹു സെർവ്ഡ് ആസ് സിംഗേഴ്സ് ആൻഡ് ഗേറ്റ് കീപ്പേഴ്സ് ഇൻ ദ ടെമ്പിൾ. യെരുശലേം ദേവാലയത്തിൽ ഗായകരും വാതിൽ കാവൽക്കാരും ഒക്കെ ആയിരുന്ന ഒരു ലേവ്യ കുടുംബമാണ്. അവരെയാണ് സൺസ് ഓഫ് കോര, കോരഹിന്റെ പുത്രന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവരുടെയും ഒരു 11 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 2 സങ്കീർത്തനങ്ങൾ നമുക്ക് ശലോമോന്റേത് കാണാൻ സാധിക്കും. ദാവീദിന്റെ പുത്രനായ ശലോമോൻ യെരുശലേം ദേവാലയം പണി കഴിപ്പിച്ച ശലോമോന്റേതായിട്ടുള്ള 2 സങ്കീർത്തനങ്ങൾ. മോശയുടെ ഒരു സങ്കീർത്തനം. ഹേമാന്റെയും ഏഥാന്റെയും 2 സങ്കീർത്തനങ്ങൾ. ആരാണ് ഈ ഹേമാൻ, ഈഥാൻ എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ദേവർ ടെമ്പിൾ മ്യൂസീഷ്യൻസ്. ഇനിയും രചയിതാവ് ആര് എന്ന് അറിയാത്ത ഒരു അനോണിമസ് 50 സാമുകളും നമുക്ക് കാണാൻ സാധിക്കും. അത് മോസ്റ്റ്ലി പോസ്റ്റ് എക്സീലിക് പീരീഡ്, ആ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്ന രചയിതാവ് ആര് എന്ന് അറിയാത്ത ഒരു 50ഓളം സങ്കീർത്തനങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഇങ്ങനെ മോശയും ദാവീദും ശലോമോനും കാലാകാലങ്ങളിൽ ദേവാലയത്തിലെ ചീഫ് മ്യൂസീഷ്യൻസ് ആയിരുന്ന സംഗീതജ്ഞരായിരുന്നവരും ഒക്കെ ക്രമപ്പെടുത്തിയ ഗീതങ്ങളാണ് നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി 4ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിവിഷൻസ് ഓഫ് സാംസ്? നമുക്ക് എങ്ങനെയാണ് ഈ 150 സങ്കീർത്തനങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? വേദപുസ്തകത്തിലോട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ ബൈ സ്ട്രക്ചറലി ഒരു 5 പുസ്തകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 1-ാം അധ്യായത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, 1-ാം പുസ്തകം എന്ന് എഴുതിയിട്ടുണ്ട്. 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളെ 1-ാം പുസ്തകമായിട്ടും അതിനുശേഷം 42 മുതൽ 72 വരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2-ാം പുസ്തകം, ഇങ്ങനെ 5 പുസ്തകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 5 എന്ന് പറയുന്ന സംഖ്യയെ റിസംബിൾ ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ
മോശയുടെ 5 പുസ്തകങ്ങളുണ്ട് അല്ലെ, പെന്ററ്റ്യൂക്ക്. ഏതൊക്കെയാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ മോശയുടെ 5 പുസ്തകങ്ങൾ എന്നുള്ള അതേ സ്ട്രക്ചറിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് ഇങ്ങനെ 1-ാം പുസ്തകം, 2-ാം പുസ്തകം, 3-ാം പുസ്തകം, 4-ാം പുസ്തകം, 5-ാം പുസ്തകം എന്നുള്ള രീതിയിൽ. ആ രീതിയിലാണ് ഇത് സ്ട്രക്ചറലി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനിയും ഈ ഓരോ സങ്കീർത്തനങ്ങളുടെയും തീം വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലിറ്റററി ഓർ തിയോളജിക്കൽ ഡിവിഷൻസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നന്ദി സ്തുതിയുടെ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് പ്രൈസ്, സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്, അതായത് നന്ദി കരയേറ്റുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് ലാമെന്റേഷൻസ്, വിലാപ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ അനുതാപ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് വിസ്ഡം, വിജ്ഞാന സങ്കീർത്തനങ്ങൾ, റോയൽ സാംസ്, അതായത് ഇറ്റ് ഇസ് ദ പ്രേയേഴ്സ് ഫോർ ദ കിങ്, രാജകീയ സങ്കീർത്തനങ്ങൾ, മെസ്സിയാനിക് സാംസ്, മഷിഹായെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ. ഇനിയും ഇതൊന്നും അല്ലാതെ മറ്റിതര സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു തീർത്ഥയാത്രയോ പെരുന്നാളിനോടോ ഒക്കെ അനുബന്ധിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളും, ആരോഹണ ഗീതം എന്നൊക്കെ പറഞ്ഞ സോങ്സ് ഓഫ് അസെന്റ്, ഇങ്ങനെ പലതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വലിയ ഒരു കളക്ഷന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ വർഷം പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊരു ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ്, എന്താണ് ഈ സങ്കീർത്തന പുസ്തകം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം. 3 പോയിന്റുകളാണ്. 1, ട്രസ്റ്റ് ഇൻ ഗോഡ്. 2, പ്രൈസ് ഹിം ഇൻ എവറി സർക്കംസ്റ്റൻസസ് ആൻഡ് ബ്രിങ് ജോയ് ആൻഡ് സോറോ ബിഫോർ ഹിം ഇൻ പ്രേയർ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കണം, എല്ലാത്തിലും അവന് സ്തുതി അർപ്പിക്കണം. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സന്താപങ്ങളും ദൈവ മുൻപാകെ പ്രാർത്ഥനയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് സങ്കീർത്തനങ്ങളുടെ കേന്ദ്ര സന്ദേശം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മോശയുടെ കാലഘട്ടത്തിൽ അവരുടെ കഷ്ടതയുടെ കാലഘട്ടമായിരുന്നു. അവര് ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശയിൽ അവർ നടക്കുന്ന കാലഘട്ടമായിരുന്നു. അതിനുശേഷം ദാവീദിന്റെയും ശലോമോന്റെയും ഒക്കെ കാലഘട്ടം സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. പിന്നീട് വലിയ പ്രയാസത്തിലാണ് അവർ ബാബിലോണിയൻ പ്രവാസ കാലത്തിലായിരുന്നത്. പ്രവാസത്തിന്റെ ശേഷമുള്ള ഒരു സമാധാന കാലഘട്ടം. ഈ കാലം അത്രയും അവരുടെ ജീവിതമാണ് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അവർ നമുക്ക് തരുന്ന മെസ്സേജ്. എന്താണ്? ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, എല്ലാത്തിലും അവന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാത്തരം നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ദൈവം മുൻപാകെ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ഈ 1000 വർഷത്തെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ സങ്കീർത്തന പുസ്തകത്തെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ മനസ്സിലാക്കി. എന്താണ് സങ്കീർത്തനം? ഏത് കാലഘട്ടത്തിലാണ് സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത്? ആരാണ് ഈ സങ്കീർത്തനങ്ങളുടെ രചയിതാക്കൾ? എങ്ങനെ നമുക്ക് ഈ പുസ്തകത്തെ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാം? എന്താണ് സങ്കീർത്തനം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം? ഇപ്പൊ നമ്മൾ സങ്കീർത്തന പുസ്തകത്തെ പറ്റി വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ വർഷം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു അനുതാപ സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു പഠനമാണ്. അപ്പം അനുതാപം എന്നുള്ള ഒരു വാക്കായിരിക്കും ഈ ഒരു വർഷം നമ്മളുടെ ഉള്ളിലേക്ക് ഏറ്റവും അധികം കടന്നു വരേണ്ടതായിട്ടുള്ള ഒരു വാക്ക്. അനുതാപം. എപ്പോഴാണ് ഒരു മനുഷ്യൻ അനുതപിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വർഷം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ അനുതപിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴാണ് ഒരു മനുഷ്യൻ അനുതപിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അതിലും പ്രധാനപ്പെട്ട മറ്റ് 2 വാക്കുകളും കൂടെ ഉണ്ട്. നമുക്ക് ആ 2 വാക്കുകളെ പറ്റി ആദ്യം ഒന്ന് നോക്കാം. സിൻ ആൻഡ് സിക്നെസ്, പാപവും രോഗവും. നമുക്കറിയാം ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോഴാണ് അനുതപിക്കുന്നത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ ഈ പാപവും രോഗവും നമ്മൾ അതിനോട് ചേർത്ത് പറയാറുണ്ട്. എന്താണ് പാപവും രോഗത്തെ പറ്റിയും സഭ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യന് രോഗം ഉണ്ടാകുമ്പോൾ അത് അവന്റെ പാപം മൂലമാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലും ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ എന്താണ് പാപവും രോഗവും എന്നുള്ളത് എന്ന് നമുക്ക് ഒന്നൊന്ന് മനസ്സിലാക്കാം. ശരിയാണ്, പാപത്തിലൂടെ തന്നെയാണ് രോഗം ലോകത്തിലേക്ക് കടന്നു വന്നത്. ഒന്നാമത് സഭയുടെ ചിന്താഗതി എന്താണ്? പാപത്തിലൂടെയാണ് രോഗവും മരണവും
ലോകത്തിലേക്ക് വന്നത്. സിൻ ബ്രോട്ട് സിക്നെസ് ഇൻ ടു ദ വേൾഡ്. ആദാമും ഹവ്വായും പാപം ചെയ്യുന്നതിന് മുമ്പ് ലോകത്ത് മരണമോ രോഗമോ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ആദാമും ഹവ്വായും പാപം ചെയ്തതുകൊണ്ടാണ്, അവരുടെ പാപം മൂലമാണ്, അതിന്റെ ഫലമായിട്ടാണ് മരണവും രോഗവും വേദന, ദുഃഖം എന്നിവ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്രൂ ഒറിജിനൽ സിൻ ക്രിയേഷൻ ബിക്കം സബ്ജക്ട് ടു കറപ്ഷൻ. അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അപ്പം രോഗവും പാപവും തമ്മിൽ ഒന്നാമത്തെ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? പാപം മൂലമാണ് രോഗവും മരണവും ലോകത്തിലേക്ക് കടന്നു വന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന മനുഷ്യവർഗത്തിന് രോഗവും മരണവും ദ്രവത്വവും ഉണ്ടായി എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. മാൻ ഹു ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ് ബിക്കേം സബ്ജക്ട് ടു ഡിസീസ്, ഡെത്ത് ആൻഡ് ഡീകേ. അപ്പോൾ ഒന്നാമത് പാപവും മരണവും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? പാപം മൂലമാണ് രോഗവും മരണവും ലോകത്തിലേക്ക് വന്നത്. ഇനി രണ്ടാമതായിട്ട് സഭ എപ്രകാരമാണ് ഈ പാപത്തെ കാണുന്നത്? ദ ചർച്ച് കൺസിഡേഴ്സ് സിൻ ആസ് എ ഡിസീസ്. അതെ, പാപത്തെ തന്നെ സഭ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. കാരണം എന്താ? ഗ്രാജുവലി സിൻ ഡാമേജസ് ദ സോൾ. നമ്മുടെ ഭൗതികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അസുഖം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം ദുർബലമായി പോകും, അല്ലെ? ഒരു പനിയുടെ അവസ്ഥ തന്നെ നമുക്കറിയാം, നമ്മുടെ ശരീരം ദുർബലമായി പോകും. അതുപോലെ ഓരോ തവണ നമ്മൾ പാപം ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ആത്മാവ് ദുർബലമായി പോവുകയാണ്. പാപം നമ്മൾ ഓരോ തവണ ചെയ്തു കഴിയുമ്പോഴും എന്ത് പറ്റും? ഒന്ന്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകർക്കുന്നു. ഇറ്റ് അഫക്ട്സ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം തകർക്കുന്നു. ഇറ്റ് അഫക്ട്സ് അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മനസമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഇറ്റ് അഫക്ട്സ് അവർ ഇന്നർ പീസ്. ദൈവസ്വരൂപത്തിൽ ജീവിക്കുവാനുള്ള നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. ഇറ്റ് അഫക്ട്സ് അവർ എബിലിറ്റി ടു ലിവ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഇങ്ങനെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ബലം ക്ഷയിക്കുമ്പോൾ, ശക്തി ക്ഷയിക്കുമ്പോൾ നാം മരണത്തിലേക്ക് അടുക്കുകയാണ്. ഒരു രോഗം വരുന്നത് പോലെ തന്നെയാണ് ആത്മാവിൽ പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ശരീരം ദുർബലമാകുന്നത് പോലെ നമ്മുടെ ആത്മാവും ദുർബലമായി അത് പാപത്തിൽ നമ്മൾ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പേഴ്സണൽ സിൻ ഇസ് നോട്ട് ഓൾവേസ് ദ കോസ് ഓഫ് പേഴ്സണൽ സിക്നെസ്. നമ്മൾ രോഗവും പാപവും തമ്മിൽ പൊതുവായ അർത്ഥത്തിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു വ്യക്തിക്കുണ്ടാകുന്ന രോഗങ്ങൾ ആ വ്യക്തിയുടെ പാപം മൂലമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, റബ്ബായി, ഹൂ സിൻഡ് ദിസ് മാൻ ഓർ ഹിസ് പാരൻസ്? പിറവി കുരുടന്റെ സംഭവമാണ് പറയുന്നത്. അവനെങ്കിലും, അവിടെ കർത്താവിന്റെ ഉത്തരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ വീഴ്ച കൊണ്ട് അതിന്റെ അനന്തരഫലമായിട്ട് രോഗം ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ പോലും അത് വന്നതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും ഓരോ കാലഘട്ടങ്ങളിൽ രോഗവും വേദനയും ഒക്കെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ പോലും, പാപം ചെയ്തിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും പലപ്പോഴും രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് എന്തുകൊണ്ടാണ്? പാപം മൂലം രോഗവും മരണവും ലോകത്തിലേക്ക് കടന്നു വന്നതിനാൽ മനുഷ്യവർഗം മുഴുവൻ അത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇതിനെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പാപവുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ്? ഈ പാപം മൂലവും രോഗം മൂലവും നമ്മൾ ക്ഷയിച്ചു പോകുമ്പോൾ നമ്മളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഒരു ഉത്തമനായ വൈദ്യൻ നമുക്കുണ്ട്. അതാരാണ്? ക്രിസ്തു. ക്രൈസ്റ്റ് കെയിം ടു ഹീൽ ബോത്ത് സോൾ ആൻഡ് ബോഡി. പാപിയോടും രോഗിയോടും ദൈവം ആർദ്ര കരുണവാനായിട്ടായിരുന്നു ഇടപെട്ടിരുന്നത്, അല്ലേ? ഗോഡ് ഡീൽസ് വിത്ത് ദ സിന്നർ ആൻഡ് സിക്ക് വിത്ത് ടെൻഡർ മേഴ്സി. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തന്നെ പാപിയായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു.
കുരിശിലെ യാഗം മൂലം സർവ്വലോകത്തിനും പാപമോചനവും രക്ഷയും നൽകി. അത് തന്നെ പാപിയോടും രോഗിയോടുമുള്ള കർത്താവിന്റെ സ്നേഹത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന പക്ഷവാത രോഗിയോട് ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ പാപത്തിൽ നിന്ന് രോഗിയെ മോചിപ്പിച്ച് ദൈവത്തോടും മനുഷ്യരോടുമുള്ള രമ്യതയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ കർത്താവ് പക്ഷവാത രോഗിയുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നത്. അല്ലെ, എന്താണ്? ഇറ്റ് വാസ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് റിലീസിംഗ് ദ സിക്ക് മാൻ ഫ്രം സിൻ, which is the foundation of disease, and to bring him to the initial state of harmonious relationship with God and his fellow human beings. ഇത് തന്നെയാണ് അനുതാപത്തിന്റെയും വിശുദ്ധ കുമ്പസാരത്തിന്റെയും തൈലാഭിഷേകത്തിന്റെയും ഒക്കെ ഉദ്ദേശം. എന്തൊക്കെയാണ്? ഒന്ന്, പാപത്തിൽ നിന്നുള്ള രോഗിയുടെ മോചനം; രണ്ട്, ദൈവത്തോടുള്ള രമ്യത; മൂന്ന്, മനുഷ്യരോടുള്ള രമ്യത. എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്, നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ രോഗം ബാധിച്ചവരാണ് ഞാനും നിങ്ങളും, അല്ലെ? പാപം എന്ന രോഗം ബാധിച്ചവരാണ്. അങ്ങനെ പാപം എന്ന രോഗം ബാധിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ അവിടെ നമ്മളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഉത്തമ വൈദ്യൻ നമുക്കുണ്ട്, നമ്മുടെ ക്രിസ്തു. അതിന് തക്കവണ്ണം നമ്മൾ എപ്രകാരം ദൈവസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിന്റെ ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്നത്. നമ്മൾ അനുതാപത്തോടുകൂടി തിരിച്ചു ചെല്ലണം. എങ്ങനെയാണ് എന്തിനാണ് അനുതാപത്തോടുകൂടി തിരിച്ചു ചെല്ലുന്നത്? പാപത്തിൽ നിന്ന് നമുക്ക് മോചിക്കപ്പെടണം, ദൈവത്തോടുള്ള നമ്മുടെ രമ്യത, മനുഷ്യരോടുള്ള നമ്മുടെ രമ്യത. ഇതിനു വേണ്ടിയാണ് നമ്മൾ അനുതാപത്തോടു കൂടി തിരിച്ചു ചെല്ലേണ്ടുന്നത്. അതാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. റിപ്പൻറ്റൻസ്, അനുതാപം, മാനസാന്തരം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? ടു ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കലേക്ക് തിരിയുക. അനുദപിക്കുക, ദൈവത്തിങ്കലേക്ക് തിരിയുക. റിപ്പൻറ്റ് ആൻഡ് ടേൺ ടു ഗോഡ് എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് മാനസാന്തരം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പാപത്താൽ തകരുമ്പോൾ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന മാർഗമാണ് മാനസാന്തരം. റിപ്പൻറ്റൻസ് ഈസ് ദ വേ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ് വെൻ ഇറ്റ് ഹാസ് ബീൻ ഡിസ്റപ്റ്റഡ് ത്രൂ സിൻ. പാപം മൂലം, രോഗം മൂലം നമ്മൾ മരണത്തിന്റെ ചായ്വിലേക്ക് പോകുമ്പോൾ തിരിച്ച് അനുതാപത്തോടുകൂടി ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തിരികെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചിന്ത. ഇത് തന്നെ നമുക്ക് പഴയ നിയമത്തിലും പഴയ നിയമ പ്രവാചകന്മാരിൽ നിന്ന് യോഹന്നാൻ സ്നാപകനിലേക്കും യേശു ക്രിസ്തുവിലേക്കും അപ്പോസ്തലന്മാരിലേക്കും വ്യാപിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ്. അതാണ് ഈ വർഷം നമ്മളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പഠനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. The central message of the Holy Bible that passes from Old Testament prophets through Saint John the Baptist, Jesus Christ and the apostles is the call to repentance. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സങ്കീർത്തനങ്ങളെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കായി. സങ്കീർത്തനങ്ങൾ എന്താണ്, ആരാണ് സങ്കീർത്തനത്തിന്റെ രചയിതാക്കൾ, ഏത് കാലഘട്ടത്തിൽ എഴുതി, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാംസ്, നമുക്ക് സ്ട്രക്ചറലി ഡിവൈഡ് ചെയ്തും തീം വെച്ച് ഡിവൈഡ് ചെയ്തും നമ്മൾ പലതായിട്ട് മനസ്സിലാക്കി. വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓഫ് സാംസ്? ഇതൊക്കെയാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തെ പറ്റി അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ ഇന്ന് പറയുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് സിൻ ആൻഡ് സിക്നെസ്. അത് ടെക്സ്റ്റ് ബുക്കിലെ ആമുഖ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പാപത്തെയും രോഗത്തെയും പറ്റി സഭയുടെ പഠിപ്പിക്കലുകൾ, അത് 4 പോയിന്റുകളായിട്ട് തന്നെ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് പാപത്തെ രോഗത്തെ പറ്റി പറയുന്നത്? ഒന്ന്, പാപത്തിലൂടെയാണ് രോഗം ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ സഭ പാപത്തെ രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. 3, രോഗവും പാപവും തമ്മിൽ
പൊതുവായ അർത്ഥത്തിൽ ബന്ധമുണ്ടെങ്കിലും ഒരു വ്യക്തിക്കുണ്ടാകുന്ന രോഗങ്ങൾ ആ വ്യക്തിയുടെ പാപം മൂലമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്ന ഉത്തമ വൈദ്യനാണ് ക്രിസ്തു. അതിനോട് ചേർന്നുള്ള പോയിന്റ്സും കൂടെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അവസാനമായിട്ട് ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീമാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരം. ഒരു മനുഷ്യൻ അവന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു ചെല്ലുന്ന ഒരു അവസ്ഥയെയാണ് മാനസാന്തരം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരൊറ്റ ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് മാനസാന്തരം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പാപത്താൽ തകരുമ്പോൾ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന മാർഗമാണ് മാനസാന്തരം. റിപ്പൻറ്റൻസ് ഈസ് ദ way of restitution of the relationship between man and God when it has been disrupted through sin. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. പറഞ്ഞത് അത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിൻ ആൻഡ് സിക്നെസ് എന്നുള്ള ഭാഗം നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ മനസ്സിലാക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സഭയുടെ പഠിപ്പിക്കലുകൾ എന്താണ് എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ ഓരോരോ ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.